my dear students, once again welcome back to Basic Mathematics. Basic Mathematics ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്പേഴ്സിനെ പറ്റിയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ആയിരുന്നു. നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ എളുപ്പത്തിലോട്ട് പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. നാച്ചുറൽ നമ്പേഴ്സ്, counting numbers, then whole numbers, then integers, പിന്നെ നമ്മൾ റാഷണൽസ് പറഞ്ഞു, then finally real numbers പറഞ്ഞു. ഇതാണ് നമ്മുടെ ക്ലാസിഫിക്കേഷനകത്ത് വരുന്ന മെയിൻ ടൈപ്സ് ഓഫ് നമ്പേഴ്സ്. ബട്ട് ഇത് മാത്രമല്ല നമ്പേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞാലും തീരില്ല. കാരണം നമ്പർ തിയറി എന്ന് പറഞ്ഞാൽ അതിവിശാലമായ ഒരു ഏരിയ ആണ്. അതിലേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എത്തി നോക്കിയിട്ട് മാത്രമേ നമുക്കറിയാം. നിങ്ങളിതിൽ കൂടുതൽ നമ്പേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈവൺ നമ്പേഴ്സ് കേട്ടിട്ടുണ്ട് അല്ലേ? ജസ്റ്റ് നമുക്ക് ഒന്ന് രണ്ട് നമ്പേഴ്സ് ഇങ്ങോട്ടൊന്ന് പറഞ്ഞിട്ട് പോകാം. ഈവൺ നമ്പേഴ്സ് എന്താണ് മക്കളെ ഈവൺ നമ്പേഴ്സ്? അപ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് 2, 4, 6, 8 എന്നുള്ളതാണ് അല്ലേ? അത് മാത്രമേ ഉള്ളൂ ഈവൺ നമ്പേഴ്സ്. ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുമ്പോൾ 2, 4, 6, 8 ആണ് വരുന്നതെങ്കിലും അതിനപ്പുറത്തേക്കും ഈവൺ നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള ഈവൺ നമ്പേഴ്സ് ഉണ്ടോ? പോസിറ്റീവ് ആയിട്ടുള്ള ഈവൺ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ ശരിക്കും ഇതിനുള്ള ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? എ നമ്പർ വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 or a number which is divisible by 2, completely divisible by 2, that is what is called an even number. അപ്പോൾ ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ 2, 4, 6, 8 മാത്രമേ ഉള്ളൂ? അല്ല. -2, -4, -6 ഇങ്ങനെ വരുന്ന ഈ നമ്പേഴ്സ് ഈവൺ നമ്പേഴ്സ് ആണോ? Yes, the answer is yes, because -2 can be completely divisible by 2, or -2 can written as 2 into -1 is a multiple of 2. -6, 2 into -3, right? So that is -6. So -6 is again an even number. Then -122, yeah, it's 2 into 66. Oh, 61. -61. സോ ഇവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. കണ്ടോ? 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി നമ്മൾ അല്ലാതെ സാധാരണ നമ്പർ പറഞ്ഞാലോ 4, 2 into 2, 8, 2 into 4, 132, 2 into 66. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 2. സോ ഇനി ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും എനി നമ്പർ വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 ഈസ് കോൾഡ് ആൻ ഈവൺ നമ്പർ. അപ്പോ സീറോയുടെ ഒരു കാര്യമുണ്ട് അല്ലേ? വാട്ട് അബൌട്ട് 0? 0 can also be written as 2 into 0. So it's a multiple of 2. So 0 is also an even number. അപ്പോൾ എന്താണ് ഈവൺ നമ്പറിന്റെ ഡെഫിനിഷൻ? ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 2 ഈസ് കോൾഡ് ഈവൺ നമ്പർ. അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് 2 മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിവിസിബിൾ ബൈ 2. രണ്ടും സെയിം മീനിങ് തന്നെയാണല്ലോ. നമ്മൾ ചെയ്ത് വരുമ്പം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈവൺ നമ്പർ ഈസ് a member which is completely divisible by 2 or is a multiple of 2. സാധാരണ അതുകൊണ്ട് തന്നെ ഡെഫിനിഷൻ നമ്മൾ എഴുതുമ്പോൾ ഈവൺ നമ്പറിന്റെ ഡെഫിനിഷൻ നമ്മൾ എഴുതുമ്പോൾ സാധാരണ ഇങ്ങനെ എഴുതുന്നത് എനി നമ്പർ വിച്ച് ക്യാൻ ബി റിട്ടൻ ഇൻ ദ ഫോം സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ്. അങ്ങനെ എഴുതാം. സെറ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് സച്ച് ദാറ്റ് സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് എക്സ്. ഈ ഫോമിൽ നമ്മൾ കഴിഞ്ഞ ദിവസം P/Q എന്ന് എഴുതുകയാണ്. സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി റിട്ടൻ ഇൻ ദ ഫോം എക്സ് വേർ എക്സ് ഈസ് ഈക്വൽ ടു 2 times n. Oh, where what about n? N is an element of
integers. ഇത് മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ഓഫ് ഈവൺ നമ്പേഴ്സ് ആണ്. ഇത് വായിച്ചാൽ സാധാരണ ആളുകൾക്ക് ഇത് മനസ്സിലാകണമെന്നില്ല. ഇത് ഓൺലി മാത്തമാറ്റിക്കൽ സിമ്പിൾസ് ആണ്. എന്താണ് നോക്കാം നമുക്ക്. സെറ്റ് ഓഫ് ഓൾ എക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എക്സ് ഈസ് എ വേരിയബിൾ. എനി വേരിയബിൾ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എക്സ്. സോ എക്സ് ഈസ് എ വേരിയബിൾ ആൻഡ് ഹൂസ് വാല്യൂ ഈസ് ഈക്വൽ ടു 2n. x is equal to 2n. What is n? n belongs to z. n is an element of z. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു z belongs to. ഈ ഒരു സിമ്പിൾ ആണ് ഉപയോഗിക്കുന്നത്, belongs to. z means set of all integers. Integers എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അതൊക്കെയാ 0 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 3. അപ്പൊ നമുക്കൊന്ന് നോക്കാം. x എന്ന് പറഞ്ഞാൽ എനിക്ക് n ന് കൊടുക്കാവുന്ന വാല്യൂ n can be taken as 0 because 0 is an even number, so it's an integer. So x is equal to 2 into 0, that's equal to 0. If n is equal to 1, what happens to x? X is equal to 2 into 1 is equal to 2, and x is equal to, when n is equal to minus 1, this is equal to 2 into minus 1. കാരണം ഇതാണല്ലോ ഡെഫിനിഷൻ 2n. So 2 into minus 1, that is minus 2. When n is equal to 4, x is equal to 2 into 4, is equal to 8. See? So all these are even numbers. So what is the definition of even number? This is actually the mathematical definition of even number. A number x such that x is equal to 2n where n is an integer. Just like the definition of a rational number. Appo that's what is an even number. Appo ini നമ്മൾ ഈവൺ നമ്പർ എന്ന് പറയുമ്പോൾ 2 4 6 8 എന്നല്ല 2 4 6 8 10 അങ്ങനെയല്ല പോവുക. That is not the definition. Actually a number which is a multiple of 2 is called an even number. That can be positive, negative or even 0. Okay. So this is the 7th type of numbers that we have discussed. 7th type. 6th one is real number. So 7th one is even number. Set of all x such that set of all x such that x is equal to 2 when where m belongs to z. So that is the definition of even number. So naturally in your mind the next question is, so what is an odd number? Okay, so that's our next discussion. 8th one is odd number. ODD, odd number. What is an odd number? And there is no such universally accepted symbol to notate the odd number or even number. So there is no such a symbol is used for that. Okay. So odd number. What do you mean by an odd number? See, the first answer is the number which is of the form 1, 3, 5, 7, etc. are called odd number. Is it include all the numbers, all the odd numbers? The answer is no. So what is actually the definition? What is the definition of an odd number? What is an even number? A number of the form number is the multiple of 2 is called an even number. Then a number which is not a multiple of 2 is called an odd number. Okay. So even number is a number which can be written in the form x such that x is equal to 2n where n belongs to z. Then a number which is that ഈ നമ്പർ, അതായത് എക്സ് എന്ന് പറയുന്ന ഈ നമ്പർ നമുക്കറിയാമല്ലോ, ദാറ്റ് ഇസ് an integer ആണ്. അതിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം. അത് ഇത് n ഇന്റീജർ ആയതുകൊണ്ട് മീൻസ് ഈ n എന്ന് പറയുന്നത് ഇന്റീജർ ആയതുകൊണ്ട് എക്സ് എന്ന് പറയുന്നതും ഇന്റീജർ ആയിരിക്കും. അപ്പോ ഇങ്ങനെ എഴുതാൻ പറ്റാത്ത നമ്പറിനെ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 2n where n belongs to z. ഇന്റീജേഴ്സ് മാത്രം n ന് കൊടുക്കുമ്പോൾ 2n എന്ന് എഴുതാൻ പറ്റാത്ത നമ്പറിനെ വേണമെങ്കിൽ നമുക്ക് ഓഡ് നമ്പറിനെ ഡിഫൈൻ ചെയ്യാം അല്ലെ. ഇപ്പൊ നമ്മൾ 3 എടുക്കുക. 3 is not equal to 2 into something, is into a natural number. Natural number എന്ന് വേണമെന്നല്ല, integer ആയിക്കോട്ടെ. 2
into n ഇങ്ങനെ എഴുതാൻ പറ്റില്ല. അതേസമയം നമുക്ക് 3 അറിയാം. 3 is equal to 2 into 1.5 എന്ന് എഴുതിയാൽ കറക്റ്റ് ആണ്. പക്ഷെ 1.5 എന്ന് പറയുന്നത് ഒരു ഇന്റീജർ അല്ല. ഇന്റീജേഴ്സിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 3 ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഇതൊരു റാഷണൽ നമ്പറാണ്. നമ്മുടെ ഡെഫിനേഷനകത്ത് പറയുന്ന x is equal to 2 when n belongs to z, n belongs to z എന്ന് പറയണം. ആ ഫോമിൽ വരുന്നതിനെയാണ് നമ്മൾ ഓഡ് മീൻസ് ഈവൺ നമ്പർ എന്ന് പറയാം. So here we cannot find an integer such that 3 is equal to 2 into n. Okay. അപ്പോൾ പിന്നെ നമുക്കറിയാം ഒരു ഈവൺ നമ്പർ 2n ആണെങ്കിൽ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ കഴിഞ്ഞ് ഒന്ന് കൂടുതലോ ഒന്ന് കുറവോ ആകും അല്ലെ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെ വേണം എഴുതാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2n. 2n എന്ന് പറഞ്ഞ ഈവൺ നമ്പർ, ഒന്ന് കുറവാകാം അല്ലെങ്കിൽ വേണേൽ ഒന്ന് കൂടുതലായാലും അതാവും അല്ലെ? വേർ n belongs to z. നമുക്ക് ഇതിനകത്തൊന്ന് കൊടുത്ത് നോക്കാം. n-ന് 1 കൊടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? This is the definition. Okay. In this definition we can put n equal to 1. If n equal to 1, what is x? X is equal to 2 into 1. n-ന് 1 കൊടുക്കുമ്പോൾ 2 into 1 minus 1. That is 2 minus 1. That is equal to 1. This is an odd number. Suppose n equal to 2. Then x is equal to 1. 2 into 2 minus 1. That is 2 into 2 is 4. 4 minus 1. That's equal to 3. Right? When n is equal to 0, what happens? Because 0 is also an integer. So when n is equal to 0, what is x? Implies. This is the symbol used to notate implies. Mathematics and so many symbols are used to notation. Used for notations. So many symbols. It's full of symbols. A play of symbols and numbers. അപ്പോൾ അതിനകത്ത് പല സിമ്പിൾസ് വരുന്നുണ്ട്. അതിനകത്ത് സിമ്പിൾസ് എല്ലാം നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലസ് സിമ്പിൾ ഉണ്ട്, മൈനസ് ഉണ്ട്, ഇൻറ്റു ഉണ്ട്, ഡിവൈഡഡ് ബൈ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള സിമ്പിൾസ് ആണ്. പിന്നെയും നമ്മളുണ്ട് ഈക്വൽ ടു ഉണ്ട്, റൂട്ട് ഓഫ് ഉണ്ട്, സ്ക്വയർ റൂട്ട് ഓഫ്, റാഡിക്കൽ സിമ്പിൾ ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള സിമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പോൾ ഇത് കൂടാതെ ഇഷ്ടംപോലെ സിമ്പിൾസ് ഉണ്ട്. ഇതിനകത്ത് ഈ പ്ലസ് സിമ്പിൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്ലസ്, മൈനസ്, ഈക്വൽ ടു, ഇത് മൂന്നും കണ്ടുപിടിച്ചത് ഈ മൂന്ന് സൈനും ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെൽഷ് മാത്തമാറ്റീഷ്യൻ ആയിരുന്ന റോബർട്ട് റെക്കോർഡ് എന്ന് പറഞ്ഞ മാത്തമാറ്റീഷ്യനാണ്. റോബർട്ട് റെക്കോർഡ് എന്ന് പറഞ്ഞ മാത്തമാറ്റീഷ്യനാണ്, വെൽഷ് മാത്തമാറ്റീഷ്യനാണ്. ഇങ്ങനെയാണ് ഈ മൂന്ന് സൈനും ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇൻറ്റു ഈ ഒരു സിമ്പിൾ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ സിമ്പിൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വില്യം ഔട്ട്റെഡ് എന്ന് പറഞ്ഞ വില്യം ഔട്ട്റെഡ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യനാണ്. ഇത് ഇങ്ങനെയാണ് ആദ്യമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡിവിഷൻ സൈൻ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോൺ റാൻ എന്ന് പറഞ്ഞ മാത്തമാറ്റീഷ്യനാണ്. ജോൺ റാൻ അങ്ങേര് സ്വിസ് മാത്തമാറ്റീഷ്യൻ ആയിരുന്നു ജോൺ റാൻ. അപ്പം പിന്നെ നമ്മളിപ്പോൾ പ്ലസ് മൈനസ് ഇൻറ്റു പറഞ്ഞു. ഈക്വൽ ടുവും റോബർട്ട് റെക്കോർഡ് തന്നെയാണ്, വെൽഷ് മാത്തമാറ്റീഷ്യൻ. പിന്നെ നമ്മൾ റൂട്ട്, ഈ റാഡിക്കൽ സൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ക്രിസ്റ്റോഫ് റുഡോൾഫ് എന്ന് പറഞ്ഞ ജർമ്മൻ മാത്തമാറ്റീഷ്യനാണ്. ആദ്യമായിട്ട് ഈ സിമ്പിൾ യൂസ് ചെയ്തത് ക്രിസ്റ്റോഫ് റുഡോൾഫ് ജർമ്മനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത്ര പറയാനല്ലോ, മാത്തമാറ്റിക്സിനകത്ത് ഒത്തിരി സിമ്പിൾസ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു വന്നിരുന്ന ഈവൺ നമ്പർ, ഓഡ് നമ്പർ ആയിരുന്നു. ഓഡ് നമ്പറിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 2n - 1 n belongs to z. അതാണ് എന്ന് വെച്ചാൽ ഇത് 2n + 1 വരെ. അപ്പോൾ ഇത് ഈവൺ നമ്പറിനെ കഴിഞ്ഞാൽ ഒന്ന് കുറവോ കൂടുതലോ ആയിട്ടുള്ള വരുന്ന നമ്പേഴ്സിനെ ഏതിനെയും നമുക്ക് വിളിക്കാവുന്ന പേരാണ് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഓഡ് നമ്പറിന്റെ ഒരു ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് എഴുതി വയ്ക്കാവുന്നതാണ്. ഓഡ് നമ്പർ set of all x such that x is equal to 2n - 1 n belongs to ഈ n belongs to z എന്ന് പറയുന്നത്, അതായത് set of all ഇന്റിജേഴ്സ് എന്ന് പറയുന്നതിനകത്താണ് കാര്യങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പറയാൻ കാരണം വിട്ടുപോകില്ല.
സോ ഈവൺ നമ്പേഴ്സ് ആൻഡ് ഓഡ് നമ്പേഴ്സ്. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത രണ്ട് നമ്പേഴ്സാണ്, ഓഡ് നമ്പർ ആൻഡ് ഈവൺ നമ്പർ. നമ്പർ ഇവിടെ ഒന്നും തീരുന്നില്ല. ഇനി നിങ്ങൾക്കറിയാം പ്രൈം നമ്പേഴ്സ് ഉണ്ട് അല്ലേ, പ്രൈം നമ്പേഴ്സ് ഉണ്ട്, കോമ്പോസിറ്റ് നമ്പേഴ്സ് ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം. പ്രൈം നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും ഇത് രണ്ടും വളരെ ഫേമസ് ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ഹാവിങ് ഓൺലി ടു ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? എല്ലാ നമ്പേഴ്സിനും കോമൺ ആയിട്ട് വരുന്ന, എല്ലാ നമ്പേഴ്സിനും ഉള്ള രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് 1 അല്ലെ. ഇപ്പൊ ഏത് നമ്പർ എടുത്താലും അതിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1ഉം പിന്നെ ആ നമ്പറും, അത് ഏത് നമ്പറിന്റെയും ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന. ഇപ്പൊ നമ്മൾ എടുക്കുന്ന നമ്പർ 7 ആണെങ്കിൽ 7 എന്ന് പറയുന്നതിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7/1 = 7 ആണല്ലോ. അതുപോലെ 7നെ 7 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്, 1. അപ്പോ ഏത് നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന, ഏത് നമ്പറിന്റെയും രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് 1, മറ്റൊന്ന് ആ നമ്പർ, ഏത് നമ്പർ ആണോ ആ നമ്പർ. സോ എ നമ്പർ ഹാവിങ് ഓൺലി 2 ഫാക്ടേഴ്സ് is called, means ഏതൊക്കെയാണ്? a number having only 2 factors, the number and 1 is called a prime number. So a prime number is a number having 2 factors, only 2 factors, the number itself and the number 1. ഇത് മാത്രമായിട്ട് വരുന്നതിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് വിളിക്കുക. ഈ പ്രൈം നമ്പറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നാം, പ്രൈം നമ്പേഴ്സ് നെഗറ്റീവ് നമ്പേഴ്സ് വരാൻ പാടുണ്ടോ? ഇല്ല. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന വേറൊരു സബ് ഡിവിഷൻ ആയിട്ട് വേണമെങ്കിൽ വിളിക്കാം, പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പറും. ഈ പ്രൈം നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. സോ എ നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് സബ് ടു ബി എ പ്രൈം ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്, 1 ആൻഡ് ദി നമ്പർ ഇറ്റ്സെൽഫ്. ഇനി കോമ്പോസിറ്റ് നമ്പേഴ്സ്, പ്രൈം അല്ലാതെ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എ നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് നോട്ട് എ പ്രൈം ഈസ് കോൾഡ് എ കോമ്പോസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പേഴ്സ് ഇതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കോമ്പോസിറ്റ് നമ്പേഴ്സ്. Composite numbers. Prime number means number which has a natural number which has only 2 factors. A natural number is a natural prime number. Definition വേണമെങ്കിലും എഴുതിക്കോളൂ. It's a natural number. It is a natural number. Natural number having only 2 factors. Comma the 1 and the number itself, and the number itself. I can add some examples. എക്സാമ്പിളിന്റെ ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം. എക്സാമ്പിളി ഗ്രേഷ്യ അല്ലെ, എക്സാമ്പിളി EXMP അല്ല, എക്സാമ്പിളി ഗ്രേഷ്യ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിന്റെ ഇതാണ് ഇതിന്റെ അബ്രീവേഷൻ. EXMP അല്ല, എക്സാമ്പിളി ഗ്രേഷ്യ എന്നുള്ളത്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് ഒരു 7 ഒരു, ഇപ്പോൾ നമ്മൾ പറഞ്ഞു 7 ഒരു പ്രൈം നമ്പറാണ്, 5 ഒരു പ്രൈം നമ്പറാണ്, ദെൻ 3 ഒരു പ്രൈം നമ്പറാണ് അല്ലെ, പിന്നെ 17 ഒരു പ്രൈം നമ്പറാണ്. അങ്ങനെ കുറച്ചെണ്ണം മതി. കോമ്പോസിറ്റ് നമ്പർ, അടുത്ത് വരുന്ന കോമ്പോസിറ്റ് നമ്പർ. എ നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് നോട്ട് എ പ്രൈം ഈസ് കോൾഡ് എ കോമ്പോസിറ്റ് നമ്പർ. ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ. നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് നോട്ട് എ പ്രൈം. നാച്ചുറൽ നമ്പർ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ തന്നെ ഒരു സബ് ഡിവിഷൻ ആണ് പ്രൈം നമ്പറും കോമ്പോസിറ്റ് നമ്പറും. വിച്ച് ഈസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് നോട്ട് എ പ്രൈം. അപ്പോ നാച്ചുറലി ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്, ഇപ്പോ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്? 1 ഒരു പ്രൈം ആണോ? നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് 0 വരില്ല, 0 ചെയ്ത് കഴിഞ്ഞ് താഴെയുള്ള നമ്പറും വരില്ല. അപ്പൊ മനസ്സിൽ തോന്നാവുന്ന ഒരു ചോദ്യമുണ്ട്, ഏറ്റവും ചെറിയ നാച്ചുറൽ നമ്പർ അല്ല ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്? ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്.
2 is the smallest prime number. 12 ആണ് പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്രൈം നമ്പറിന്റെ ഒരു പ്രത്യേകത കണ്ടോ, പ്രൈം നമ്പേഴ്സിനെ നമുക്ക് റെക്റ്റാങ്കിൾ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. 2 ഒരു പ്രൈം നമ്പറാണ്, 3 പ്രൈം നമ്പറാണ്. ഇതേ സമയം ഇവിടെ നോക്കിക്കേ, ഇവിടെ 4 എന്നുള്ള ഒരു പ്രൈം നമ്പർ അല്ല, കോമ്പോസിറ്റ് നമ്പറാണ്. അതിനെ നമുക്കൊരു റെക്റ്റാങ്കിളിൽ അറേഞ്ച് ചെയ്യാം. ഇനി അടുത്തത് ഇത് നമുക്കറിയാം 5 റെക്റ്റാങ്കിൾ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 6 നോക്കിക്കേ, 6 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്, നമുക്ക് റെക്റ്റാങ്കിൾ അറേഞ്ച് ചെയ്യാം. 7 പ്രൈം നമ്പർ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. 8 നമുക്ക് 8നെ നമുക്കൊരു റെക്റ്റാങ്കിളിൽ അറേഞ്ച് ചെയ്യാം. 9 റെക്റ്റാങ്കിളിൽ അറേഞ്ച് ചെയ്യാം, ആക്ച്വലി ദാറ്റ് ഈസ് സ്ക്വയർ തന്നെയാണ്. 10നെ അറേഞ്ച് ചെയ്യാം, 11നെ പറ്റില്ല, 12നെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇത് വേണമെങ്കിൽ നമുക്കൊരു പ്രത്യേകതയായിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണ്. പ്രൈം നമ്പേഴ്സ് ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. കോമ്പോസിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ റെക്റ്റാങ്കിൾ, ബട്ട് പ്രൈം നമ്പേഴ്സ് നോട്ട്. അപ്പോൾ ഇത് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ പ്രൈം നമ്പർ ആൻഡ് കോമ്പോസിറ്റ് നമ്പർ. ഇപ്പോൾ നമ്മൾ 4 ടൈപ്സ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത്, ഈവൺ, ഓഡ്. നിങ്ങളുടെ മനസ്സിലുള്ള കൺസെപ്റ്റ് മാറി. എന്താണ് ഈവൺ, ഓഡ് എന്നുള്ള പുതിയ കൺസെപ്റ്റ്? ഈവൺ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 2n. n എന്ന് പറഞ്ഞാൽ അവിടെ ഇന്റീജർ ആണ്, അത് ഇമ്പോർട്ടന്റ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഈവൺ, ഓഡ് നമ്പർ ആണ്. അത് ഈവണിനെ കഴിഞ്ഞ് 1 കുറവോ കൂടുതലോ ആകാം. അപ്പോൾ നമ്മൾ 2n - 1 എന്ന് പറഞ്ഞു, n ഇന്റീജർ. Then comes ഈവൺ നമ്പർ ആണ്. ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഹാസ് ഓൺലി 2 factors, the number and 1. Composite number is also a natural number which is not a prime number. Okay, അപ്പോൾ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 is the smallest prime number. ഈ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈം ആയിട്ടും എടുക്കാറില്ല, കോമ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാറില്ല. അപ്പോൾ ഏറ്റവും ചെറിയ പ്രൈം എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ മക്കളെ, ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള നമ്പേഴ്സ്. എങ്കിലും ഇനിയും നമ്പേഴ്സിനെ പറ്റി പറഞ്ഞാലും തീരില്ല. ഇനിയും നമുക്ക് വേണമെങ്കിൽ നമ്പേഴ്സിനെ പറ്റി പറയാം. നമ്പേഴ്സ് പറയുവാണെങ്കിൽ അതിനകത്ത് പെർഫെക്റ്റ് നമ്പർ വേറെ നമ്പറാണ്, പെർഫെക്റ്റ് നമ്പർ. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടോ പെർഫെക്റ്റ് നമ്പർ? പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് നമ്പേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ പ്രോപ്പർ ഡിവൈസേഴ്സ് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ കിട്ടും. സം ഓഫ് ദി പ്രോപ്പർ ഡിവൈസേഴ്സ് ഓഫ് ദ നമ്പർ ഈസ് ദ നമ്പർ ഇറ്റ്സെൽഫ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നില്ല, ഞാനൊന്നും കൂടെ പറയാം. ഒരു 6 എടുക്കാം. 6 എന്നുള്ള നമ്പറിന്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, പിന്നെ 6 ആണ്. 6 എന്നുള്ളതിന്റെ ആ നമ്പർ തന്നെയാണ്. അപ്പൊ ആ നമ്പർ നമുക്ക് ഒഴിവാക്കാം. ഇനി ഇതിനെയാണ് പ്രോപ്പർ ഡിവൈസേഴ്സ് എന്ന് പറയാം. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിക്കേ. 1 + 2 + 3 ദാറ്റ്സ് ഈക്വൽ ടു 6, ദ നമ്പർ ഇറ്റ്സെൽഫ് അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കുക. പെർഫെക്റ്റ് നമ്പേഴ്സ്. വേറെ ഒന്നും നമുക്കൊന്ന് എടുത്ത് നോക്കാം. 28. 28ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഇല്ല, 4 ഉണ്ട്, 5 ഇല്ല, 6 ഇല്ല, 7 ഉണ്ട് അല്ലേ, 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല, 11 ഇല്ല. ഇനി വരുന്നത് 14 ഉള്ളൂ. നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കാം. 1 + 2 + 4 + 7 + 14 ദാറ്റ്സ് ഈക്വൽ ടു 28. അപ്പോൾ ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 6 ആണ്. അത് കഴിഞ്ഞ് വരുന്നത് 28 ആണ്. അപ്പോൾ ഇതൊരു രസകരമായ ഒരു സീരീസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും പ്രാക്ടീസ് ചെയ്യാം. ഇതുപോലത്തെ അടുത്തൊരു പെർഫെക്റ്റ് നമ്പർ നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കൂ. ഇതുപോലെ സം ഓഫ് ദി പ്രോപ്പർ ഡിവൈസേഴ്സ്. ഇതിനകത്ത് ഈ 1, 2, 4, 7, 14 അത് കഴിഞ്ഞ് വരുന്ന പിന്നെ അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 28 ആണ് അതിന്റെ ഡിവൈസർ എന്ന് പറഞ്ഞാൽ. അത് ആ പ്രോപ്പർ ഡിവൈസർ അല്ലാത്തതിനാണ് നമ്മളത് ഒഴിവാക്കി. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് നമ്പറിനെ പറ്റി ഇനിയുണ്ട്, ഒത്തിരി ഉണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരില്ല. ഓക്കെ, അപ്പം ഇത് അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി നിങ്ങളൊന്ന് കണ്ടുപിടിക്കാം, ട്രൈ ഏതുപോലത്തെ നമ്പേഴ്സ് കണ്ടുപിടിക്കാമോ. ഓക്കെ, അടുത്ത ഒരു സെറ്റാണ് അമിക്കബിൾ നമ്പേഴ്സ് എന്ന് വിളിക്കുക. അമിക്കബിൾ നമ്പേഴ്സ്. അമിക്കബിൾ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ രസകരമായ നമ്പേഴ്സ് തിയറി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമാണ്. അമിക്കബിൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് എടുക്കുക. ആ 2 നമ്പേഴ്സ് ആണ് അമിക്കബിൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് 2 സുഹൃത്തുക്കളാണ്.
അപ്പോൾ ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് ഇതിന്റെ സം എടുക്കുമ്പോൾ അടുത്ത നമ്പറും അതുപോലെ പരസ്പരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരികയാണ്. ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സിന്റെ സം എടുക്കുമ്പോൾ അടുത്തതും അതിന്റെ ഫാക്ടേഴ്സിന്റെ സം എടുക്കുമ്പോൾ ഈ നമ്പറും കിട്ടുവാണെങ്കിൽ അത് ആ രണ്ട് നമ്പേഴ്സിന് വിളിക്കുന്ന പേരാണ് അമിക്കബിൾ നമ്പേഴ്സ്. അപ്പൊ ഞാൻ രണ്ട് നമ്പേഴ്സ് പറയാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. 220 ആൻഡ് 284. ഇതിന്റെ ഫാക്ടേഴ്സിന്റെ സം എടുത്ത് കൂട്ടുമ്പോൾ 284 കിട്ടണം. 284ന്റെ സം എടുത്ത് കൂട്ടുമ്പോൾ 220 കിട്ടണം. ഇതാണ് ഏറ്റവും ചെറിയ അമിക്കബിൾ നമ്പേഴ്സ്, പെയർ ഓഫ് അമിക്കബിൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതിന്റെ സം ഓഫ് ദി ഇതിന്റെ ഫാക്ടേഴ്സ് എടുക്കുക, അതിന്റെ സം എടുക്കുക, കൂട്ടുമ്പോൾ 284 കിട്ടണം. 284 എടുക്കുക, അതിന്റെ ഫാക്ടേഴ്സ് എടുക്കുക, അതിന്റെ സം എടുക്കുമ്പോൾ 220 കിട്ടും. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് അമിക്കബിൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഇനിയുണ്ട് ഫ്രണ്ട്ലി നമ്പേഴ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞ നമ്പേഴ്സ് ഇങ്ങനെ അങ്ങ് പോവാണ്. വിശാലമായ ഒരു ലോകമാണ് നമ്പർ തിയറി എന്ന് പറയുന്നത്. ഭയങ്കര രസകരമാണ് ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ. നമുക്ക് കുറേയൊക്കെ കൂടി ഇനിയും നമ്മളുടെ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ആ നമ്പേഴ്സിനെ അവിടെ വെച്ച് കാണാം. തൽക്കാലം ഞാൻ നമ്പേഴ്സിന്റെ ആ ഒരു ഇത് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോലെ ഉള്ള ആ നമ്പേഴ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ, എന്താണ് നമ്പേഴ്സ് എന്നും ആ നമ്പേഴ്സ് എങ്ങനെയാണ് പോകുന്നതെന്നും കാണിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച ഒന്ന് ഡിഫൈൻ ചെയ്ത് പോയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിൽ നമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ചിലരൊക്കെ അത് മലയാളത്തിൽ എങ്ങനെയാണ് നമ്പേഴ്സ് എഴുതുന്നതെന്ന് ചോദിച്ചു. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മലയാളം നമ്പേഴ്സ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മളുടെ മദർ ടങ് ആണല്ലോ, അതുകൊണ്ട് തന്നെ മലയാളത്തിൽ നമ്മൾ 1 2 3 എങ്ങനെ എഴുതുമെന്ന്. മലയാളത്തിൽ 1 എഴുതുന്നത് ഇങ്ങനെയാണ്, 1. 2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതുന്നത്, 2. ദിസ് ഈസ് 3. then 4 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇതാണ് 4. then 5 എന്ന് പറഞ്ഞാൽ ഇതാണ് മലയാളത്തിൽ 5. പഴയ പുസ്തകങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ഇനി 6 എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്, 6. then 7 എന്ന് പറഞ്ഞാൽ എഴുതുന്നത് ഇങ്ങനെയാണ്, ഇതാണ് 7 എഴുതുന്നത്. then 8 നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, 8. 9 എന്ന് പറഞ്ഞാൽ ഇതാണ് 9. 1 to 9. 0 എഴുതുന്നത് ഇങ്ങനെ തന്നെയാണ്, 0. ഇത് ഏത് ഭാഷയിലായാലും ഇങ്ങനെ തന്നെയാണ് എഴുതുന്നത്, 0, വ്യത്യാസമില്ല. അപ്പോൾ 0 to 9. ഇത് മലയാളത്തിൽ 10നും കൂടെ ഒരു റെപ്രസെന്റേഷൻ ഉണ്ട്. അത് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ എഴുതുന്നത്. 0 to 9 അത് നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇത് മലയാളം ലെറ്റേഴ്സ് ആണ്. മലയാളത്തിൽ 1 to 9 എഴുതുന്നത്. ഓക്കെ, ഇതെല്ലാ ഭാഷയിലും ഉണ്ട്. അപ്പോൾ മലയാളം ആയതുകൊണ്ടെന്ന് പറഞ്ഞത് മാത്രം. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണ്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതല്ല, പക്ഷെ നിങ്ങൾ ഈ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം, അറിഞ്ഞിരിക്കണം. മാത്തമാറ്റിക്സിന്റെ നമ്മൾ പറഞ്ഞില്ല, മാത്തമാറ്റിക്സിന്റെ നമ്മൾ വളരെ ബേസ് പോലെ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയും കൊണ്ട് തന്നെ ഭയങ്കര രസകരമായ ഒരു സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്സ്. ഈ രസം നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ബേസ് മുതൽ നമ്മളെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിന്റെ ഈ ബ്യൂട്ടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. So it's a very simple subject, it's an interesting subject, it's easy to learn and easy to score full mark. So നമ്മുടെ സറൗണ്ടിങ്സിൽ എല്ലാം ഉൾപ്പെടുന്ന നമ്മൾ ഡെയിലി ജീവിതവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ഒരു സബ്ജക്റ്റിനെ നമുക്ക് വളരെ രസകരമായി നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ കാര്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. Till then, goodbye.